പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷേ അവർ ചെയ്യുന്നത് അതിനുവേണ്ടി ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ വളരെ ശക്തമാക്കുന്നുണ്ട്. അവര് തെളിവ് വേണം എന്നൊക്കെ പറഞ്ഞ് പതിവ് നടപടികളിലൂടെ ലോക രാജ്യങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഒരു തെളിവുമില്ലാതെയാണ് ഇന്ത്യ ആക്രമിക്കാൻ വരുന്നത്, ഭീഷണിപ്പെടുത്തുന്നതൊക്കെയുള്ള പതിവ് ഡയലോഗുകൾ. അതായത് നമുക്കറിയാമല്ലോ, പാർലമെന്റ് അറ്റാക്ക് നടത്തിയപ്പോഴും മുംബൈ ഭീകരാക്രമണം നടത്തിയപ്പോഴും നമുക്ക് നമ്മുടെ കലൂച്ചക്കിലെ സൈനിക ക്യാമ്പ് ആക്രമിച്ചപ്പോഴും പുൽവാമ ആക്രമിച്ചപ്പോഴും ഒക്കെ ഇവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, തെളിവ് കാണുക. അവിടെ തെളിവ് നമുക്ക് വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ പ്രതികരിക്കാതെ ഇരിക്കാൻ കഴിയാത്ത അത്രയും നിലയിലേക്ക് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം നമുക്ക് ഇനി അത് താങ്ങാവുന്ന നിലയിലല്ല. ഇന്ത്യ തിരിച്ചടിച്ചേ മതിയാവൂ. അത് എവിടം വരെയാകും? എന്തായാലും പാകിസ്ഥാൻ താങ്കൾ ചോദിച്ചതുപോലെ പേടിച്ചു എന്നൊരു തെളിവാണ് ISIയുടെ തലവൻ. ISIയും സൈന്യവുമാണ് അവിടെ ഭരണത്തെ നിയന്ത്രിക്കുന്നതെന്ന് തെളിയിക്കുന്ന മറ്റൊരു നടപടിയോടെയാണ് ISIയുടെ തലവനായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ അസീം മലിക്കിനെ ഈ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പെട്ടെന്ന് നിയമിച്ചിട്ടുണ്ട്. അവിടെ പാകിസ്ഥാൻ നമുക്കറിയാവുന്ന പോലെ തന്നെ വെടിനിർത്തൽ കരാർ തുടർച്ചയായിട്ട് ലംഘിക്കുകയാണ്, അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. അതേസമയം നമ്മൾ പക്വതയില്ലാതെ എടുത്തിയാടാൻ കഴിയില്ല. നമുക്കറിയാം, ഈ യുദ്ധത്തെ എല്ലാ കാലത്തും അമേരിക്കയാണ് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ഞാൻ 2002 പാർലമെന്റ് അറ്റാക്കും കലൂച്ചക്കിലെ സൈനിക അറ്റാക്കിന് ശേഷം വാജ്പേയി സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കമാണ് പാകിസ്ഥാൻ ബോർഡറിൽ നടത്തിയത്, അതിർത്തി പ്രദേശങ്ങളിൽ നടത്തി. ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. അപ്പൊ അന്ന് യുദ്ധം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ അവസാന നിമിഷം അമേരിക്ക ഇന്ത്യയുടെ ചെവിക്ക് പിടിച്ചതോടെ യുദ്ധത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതാണ്. ഇത്തവണയും അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഇന്നലെ നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായിട്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫുമായിട്ടും ടെലിഫോണിൽ സംസാരിച്ചത് ഇത് തന്നെയാണ്. ഡീഎസ്കലേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഈ സംഘർഷം ലഘൂകരിക്കുന്നതിന് ഉള്ള ശ്രമങ്ങളാണ്, അതിനുള്ള സമ്മർദ്ദങ്ങളാണ് നടത്തുന്നത്. നമുക്കറിയാം, ചൈന ഒരു പരിധിവരെ പാകിസ്ഥാനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ചൈനയുടെ വിരുദ്ധ നിലപാടിൽ ഇന്ത്യയെ അമേരിക്ക സഹായിക്കുമെന്ന് നമ്മൾ കരുതാം. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഈ അടിക്കാനാണെങ്കിൽ വിളിച്ചു പോകരുത്. നമ്മുടെ പ്രധാനമന്ത്രി തുടർച്ചയായിട്ട് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമെന്നൊക്കെ തുടർച്ചയായിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അടിക്കാൻ പോകുന്നവൻ ഒരിക്കലും വിളിച്ചു പറയാറില്ല. അടിക്കാൻ പോകുന്നതിന് അടി കൊടുത്താൽ മതി. അടി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ വീട്ടിൽ പോയി അത്താഴം കഴിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോടൊപ്പം ഇരുന്നു. അപ്പോ പക്ഷെ അവരൊക്കെ പുറമെ അവിടുത്തെ സിവിലിയൻ ഭരണ സംവിധാനത്തിന്, ഭരണകൂടത്തിന് ഈ ഇത്തരം കാര്യങ്ങളിൽ വലിയ നിയന്ത്രണമില്ല. അവിടുത്തെ സൈന്യവും ISIയുമാണ് കാര്യങ്ങൾ. അവരാണ് ഈ ഭീകരർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ അവരുടെ മന്ത്രി തന്നെ പരസ്യമായിട്ട് സമ്മതിച്ചത് അമേരിക്കയുടെ പിന്തുണയോടുകൂടെയാണ് 30 കൊല്ലം ഭീകര സംഘടനകളെ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയത്. അപ്പൊ അത് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുകയാണെന്നുള്ള തുറന്ന സമ്മതം തന്നെയാണത്. അപ്പോൾ ആ നിലയിൽ ഇനിയും നമുക്ക് ഒരു ചെറിയ കാര്യങ്ങളിലൂടെ എനിക്ക് മുമ്പ് പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയുടെ ദയയിലും ദാക്ഷിണ്യത്തിലും ആണ് ഇപ്പോൾ കഴിയുന്നത്. അത്തരത്തിലൊന്നും അല്ല പാകിസ്ഥാന്റെ സ്ഥിതി. പാകിസ്ഥാനെ പിന്തുണയ്ക്കാനായിട്ട് ചൈന അടക്കമുള്ള വൻകിട സംവിധാനങ്ങൾ കൂടെയുണ്ട്. പിന്നെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളല്ലെങ്കിലും ചില ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയും അവർക്കുണ്ട്, സാമ്പത്തികമായും സൈനികമായും. അത് അത്ര എളുപ്പമല്ല. നമുക്കറിയാം, ഇന്ത്യക്ക് ഒറ്റയടിക്ക് ചെന്ന് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാൻ കഴിയില്ല. അത് പിടിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചെങ്കിലും അതൊരു ആണവ രാജ്യമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കാരണം ഇപ്പം തുടങ്ങിയാൽ രാജ്യത്തുണ്ടാകുന്ന വിലക്കയറ്റം, രാജ്യത്ത് പെട്രോൾ അടക്കമുള്ള വിലക്കയറ്റം, സംഘർഷങ്ങൾ, പ്രതിസന്ധികൾ, യുദ്ധത്തിന്റെ ഒരു വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മുടെ ജനത അത്ര തയ്യാറാണോ എന്നറിയണം. അതേസമയം യുദ്ധം അല്ല, അവിടെ തിരിച്ചടി കൊടുക്കാൻ എങ്ങനെ വിദഗ്ധമായി കഴിയണം, അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു. ഉക്രൈനെ ഈസിയായി റഷ്യ കീഴടക്കുമെന്നാണ് നമ്മൾ കരുതിയത്, പലരും കരുതിയിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത്
അവിടെയുള്ള യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി ഉക്രൈൻ റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും അവർ വലിയ നാശങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, യുക്രൈന്റെ ഭാഗത്തും റഷ്യയുടെ ഭാഗത്തും. പക്ഷെ ഉക്രൈന്റെ ഭാഗത്താണ് വൻ നാശനഷ്ടങ്ങൾ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയും വിവേകപൂർവ്വവും എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എന്നാൽ വളരെ ശക്തമായ ഒരു തിരിച്ചടി ഇന്ത്യയിൽ നൽകിയേ മതിയാകൂ. അത് ഏത് വിധത്തിലാണെന്ന് ഇന്ത്യൻ ഗവൺമെന്റിനും സൈന്യത്തിനും മാത്രമേ അറിയുള്ളൂ. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ ഇന്ത്യൻ രീതി അനുസരിച്ച് നമ്മുടെ ഭരിക്കുന്ന സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങളാണ് നടപ്പാക്കുന്നത്. പാകിസ്ഥാനിലൊക്കെ അങ്ങനെയല്ല. പാകിസ്ഥാനിലൊക്കെ പാകിസ്ഥാൻ ഭരണം അവിടുത്തെ സൈന്യം പറയുന്നത് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ സൈനിക അട്ടിമറി ഉണ്ടാവും. ഇവിടെ എന്തുകൊണ്ടോ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ത്യയുടെ തുടക്കം മുതൽ, അത് ജവഹർലാൽ നെഹ്റു മുതലുള്ള ഭരണാധികാരികൾക്ക് നന്ദി പറയണം, ഈ ഇന്ത്യയിലെ സൈനിക നേതൃത്വം എപ്പോഴും നമ്മുടെ സിവിലിയൻ ഭരണ നേതൃത്വത്തിന് കീഴ്പ്പെട്ടും വളരെ മാന്യമായും അവർ നിൽക്കുന്നുണ്ട്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയും. അതേസമയം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താൽ സൈന്യം കൃത്യമായ നടപടി എടുക്കുമെന്ന കാര്യത്തിൽ അതിനുള്ള ശേഷിയുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ കര, നാവിക, വ്യോമസേനകൾ വളരെ ശക്തമാണ്. അത് എന്തുമാത്രം എത്രയൊക്കെ പ്രവർത്തിക്കണം എന്ന്, എന്താണ് ചെയ്യേണ്ടത് എന്നും എപ്പോൾ ചെയ്യണമെന്നതും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാകാര്യ ഉപദേശക സമിതിയും, സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയും, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സൈനിക നേതൃത്വവും, നമുക്കറിയാം, നമുക്ക് സംയുക്ത സൈനിക കമാൻഡ് ഉണ്ട്. അപ്പൊ അവരൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. അവരുടെയൊക്കെ തീരുമാനത്തിന് രാജ്യം ഒറ്റക്കെട്ടായി പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്കറിയാമല്ലോ, നമുക്ക് സർവകക്ഷി യോഗത്തിന് പൂർണ്ണ പിന്തുണ കിട്ടിയിട്ടുണ്ട്. സർക്കാരിനെ ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമവും പാകിസ്ഥാന്റെയും മറ്റു രാജ്യങ്ങളുടെയും ശ്രമങ്ങൾ വിജയിക്കത്തില്ല. ഇന്ത്യക്ക് വളരെ ശക്തമായ ഒരു കരുത്തുണ്ട്. ആ കരുത്തിനനുസരിച്ച് ഇന്ത്യ പ്രതികരിക്കേണ്ടതുണ്ട്. ആ പ്രതികരിക്കില്ലെങ്കിൽ ഇനിയും ഇത്തരം ആക്രമണങ്ങളും നിരപരാധികളുടെ ജീവനുകളും നമുക്ക് നഷ്ടപ്പെടും. അതിനാൽ ഇനി അത് താങ്ങാനാവില്ല. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യ പ്രതികരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക്. അതേസമയം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയും ജീവനും ഒക്കെ കാത്തു പരിപാലിക്കുന്ന രീതിയിലും രാജ്യത്ത് വൻ തകർച്ച ഉണ്ടാകാത്ത രീതിയിലും വേണം ഈ ഈ വിഷയത്തെ നേരിടേണ്ടത്. വളരെ 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 ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു സൈനിക നടപടിയാണ്. അതിനാൽ തന്നെ അത്തരം നടപടികളിലെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആരും അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.